ദുഃഖവെള്ളി ദിനത്തിലെ സന്ദേശപ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം മണിപ്പൂരിലെ അക്രമങ്ങളെയും പൗരത്വ നിയമത്തെയും ക്രൈസ്തവ മേലധ്യക്ഷന്മാർ വിമർശിച്ചു. ദീപിക പത്രത്തിലെ മുഖപ്രസംഗത്തിലും അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ളത്. ദുഃഖവെള്ളിയുടെ സന്ദേശപ്രസംഗങ്ങളിലാണ് സഭാ നേതൃത്വം കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാൻ BJP തന്ത്രങ്ങൾ മെനയുന്നതിനിടെയാണ് സഭാ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. 2014 147 അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ നടന്നുവെങ്കിൽ 2023 അത് 687 ഉയർന്നുവന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം. ചങ്ങനാശ്ശേരി അതിരൂപതയും വിമർശനവുമായി രംഗത്തെത്തി. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന്റെ വിമർശനം. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ കുറിച്ച് ജാഗ്രതയോടുകൂടിയായിരിക്കുവാൻ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിന്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പു നൽകുന്നത് ഏത് ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ട അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. ക്രൈസ്തവ സഭകളുടെ മുഖപത്രമായ ദീപികയും മുഖപ്രസംഗത്തിലൂടെ നിശ്ചിത വിമർശനം ഉന്നയിച്ചു. ക്രിസ്മസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കാൻ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നുവെന്ന് ലേഖനം പറയുന്നു. ഏകാധിപതികളായ സീസർമാരോട് ചേർന്ന് പ്രാദേശിക ഭരണാധികാരികളായ പിലാത്തോസുമാർ നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൈകഴുകുന്നുവെന്നും ദീപികയിലെ മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.